നിങ്ങളുടെ സ്നേഹബന്ധം തകരാൻ പോകുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട 8 ലക്ഷണങ്ങൾ ഇവയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളിൽ വിശ്വാസം ഇല്ലാതെയാകുകയും നിങ്ങളെ സംശയിക്കുകയും ചെയ്യാൻ തുടങ്ങുക. ഇത് ആദ്യ ലക്ഷണമാണ്. ഇതിൽ നിന്നാണ് പിന്നെ എല്ലാം തുടർന്ന് അങ്ങോട്ടേക്ക് വലുതായി വരുന്നത്. 2. നിങ്ങൾക്ക് വില തരാതെ അവഗണിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാതെ ഇരിക്കുക. അതുപോലെ തന്നെ തിരക്കുകൾ പറഞ്ഞ് മാറി നടക്കുക. ഇതേസമയം മറ്റുള്ളവരെ അവർ കൂടുതൽ സ്നേഹിക്കുന്നതായി നിങ്ങൾക്ക് കാണാവുന്നതാണ്. 3. അവർ നിങ്ങളോട് സത്യം പറയുന്നത് ഇല്ലാതായിത്തീരുക. പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നത് അവർ മറയ്ക്കും. മുമ്പ് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നതാണ്, എന്നാൽ ഇപ്പോഴൊന്നും തുറന്നു പറയില്ല. അതേപോലെ തന്നെ സത്യത്തിൻ്റെ അവസ്ഥകൾ, സത്യത്തിൻ്റെ വാക്കുകൾ ഒന്നും അവരിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ ലഭിക്കില്ല. അവർ നിങ്ങളെ ഒഴിവാക്കാനുള്ള രീതിയിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ അവരുടെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. 4. എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തി വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെയുള്ളവരുടെ ഒരു സ്ഥിരം ശീലമാണ്. നിങ്ങളിൽ നിന്നും അകലാൻ പോകുന്നവരുടെ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടം ഇല്ലാത്തവരുടെ ഒരു സ്ഥിരം ശീലമാണ് ഇത്, അറിഞ്ഞിരിക്കുക. 5. നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഇല്ലാതെയായിത്തീരും. ഈ ബന്ധത്തിൽ വേദന മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുക. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയിൽ നിന്ന് വേദനകൾ മാത്രം ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു സമാധാനമോ സന്തോഷമോ ഒന്നുമില്ലാതെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ നീറാൻ തുടങ്ങും. മനസ്സ് വെറും ടെൻഷനിൽ അടിമപ്പെട്ട് എപ്പോഴും ഇങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്നേഹബന്ധം തകരാൻ പോകുന്നതിൻ്റെ ഒരു മധ്യഭാഗത്തെത്തുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. 6. തമ്മിൽ എപ്പോഴും പൊരുത്തക്കേടുകൾ സംഭവിക്കുകയും നിങ്ങളിൽ നിന്നും അവർ അകലുന്നതായി തോന്നുകയും ചെയ്യുക. മുമ്പ് കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നവരാണ്. നിങ്ങൾ തമ്മിൽ കൂടുമ്പോൾ വളരെ സന്തോഷമായിരുന്നു, നിങ്ങൾക്കിടയിൽ സമാധാനമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, വേദനകൾ മാത്രമാണ് ലഭിക്കുക. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്നും അവർ വളരെയധികം അകലുന്നതായി അല്ലെങ്കിൽ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കൺമുമ്പിൽ തന്നെ കാണാവുന്നതാണ്. അത് മാനസികമായും അത് ഏത് രീതിയിലും അങ്ങനെ അനുഭവപ്പെടും. 7. അവരുടെ നിങ്ങളോടുള്ള സ്നേഹത്തോടെയുള്ള സംഭാഷണങ്ങളും ഇടപെടലുകളും ഇല്ലാതായി തീരുക. മുമ്പ് വളരെ സ്നേഹത്തോടെ ഇടപെട്ടുകൊണ്ടിരുന്നവരാണ്, വളരെ സന്തോഷത്തോടെ സംസാരിച്ചവരാണ്. ഇപ്പോൾ അതൊന്നുമില്ല, നിരാശ മാത്രം. തമ്മിൽ കാണുമ്പോൾ ജസ്റ്റ് സംസാരിച്ചാൽ സംസാരിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. നിരാശ മാത്രമാണ് ഹൃദയത്തെ അനുഭവപ്പെടുന്നത് കാണുമ്പോൾ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ വേദനിക്കുന്ന നേർന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. 8. ചില വ്യക്തികളുടെ കാര്യം ഇങ്ങനെയാണ്. നിങ്ങളെ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളെ അവർ വിഡ്ഢിയാക്കുന്നതായി നിങ്ങൾക്ക് തോന്നുക. ഇക്കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യം ഇതാണ്. നിങ്ങളിൽ നിന്ന് അകന്നു പോകണമെന്നുള്ളവർ അല്ലെങ്കിൽ മാറിപ്പോകാൻ ശ്രമിക്കുന്നവർ, ഹൃദയത്തിൽ സത്യമുള്ളവരൊക്കെ നിങ്ങളെ വെറുത്തിട്ട് ആയിരിക്കും അവർ പോകുന്നത്. അവരങ്ങ് പോവും, നിങ്ങൾക്കിട്ട് ഒന്നും ചെയ്യില്ല. നിങ്ങളെ ഒരു രീതിയിലും അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർ വിഷമിപ്പിക്കുക, വേദനിപ്പിക്കുക, മെല്ലെ മെല്ലെ അകന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വേദന നിങ്ങളുടെ ഹൃദയത്തിനേക്കും. എന്നാൽ ചില അതിബുദ്ധിയുള്ളവരുണ്ട്, ഏതായാലും നിങ്ങളിൽ നിന്ന് അകന്നു പോകണം. അപ്പോൾ നിങ്ങളിൽ നിന്ന് പണപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ നടത്തുകയോ അതൊക്കെ അങ്ങോട്ട് ബുദ്ധിപൂർവ്വം നിന്ന് അങ്ങോട്ടേക്ക് സ്നേഹം അഭിനയിച്ച് നടത്തി അവരുടെ എല്ലാം കഴിയുമ്പോൾ അവർ നിങ്ങളെ തള്ളിയേച്ച് പോകും. ഇങ്ങനെയുള്ള കൂട്ടരെ നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പടുവിഡ്ഢികളായിത്തീരും, പരാജയപ്പെട്ടു പോകും. ഇതൊക്കെ അറിഞ്ഞിരിക്കുക. സ്നേഹം എന്ന് പറയുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആ വ്യക്തിയുടെ അവസ്ഥകൾ എങ്ങനെ മാറുന്നുവെന്ന് നമുക്ക് മുമ്പ് അറിയാവുമെങ്കിലും ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ, നിങ്ങളിൽ നിന്നും അകലുന്ന ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥകൾ മാറി മറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു പണി കൊടുത്തിട്ട് പോകാം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പരിഭാവനമായ സ്നേഹം സത്യം മനസ്സിൽ വെച്ച് നടന്ന് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ നടക്കും, അവർ നിങ്ങൾക്ക് പണിയും തരും. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പണി കിട്ടിയിട്ടും പഠിക്കാത്തവരുണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഒരിക്കലും വിഡ്ഢികളാകാതെ, സ്നേഹം പോയാൽ പോയി, എന്തെങ്കിലും ആവട്ടെ, പക്ഷേ നിങ്ങളുടെ ബാക്കിയുള്ള മനസ്സമാധാനം കളയാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പോയതിനെയല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ ഒരേപോലെ നിലനിർത്താനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പോയത് വന്നു പോട്ടെ, അത് വിഷയമല്ല. പക്ഷേ ഹൃദയത്തിൽ എന്നും ഒരു വേദന ഇൻസ്റ്റാൾ ചെയ്യാണ്ട് നിങ്ങൾ അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുക ജീവിതത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.